രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 20 രാഹുലിനെതിരെ നടി റിനി ആൻ ജോർജ് പേര് വെളിപ്പെടുത്താതെ ആദ്യം ആരോപണം ഉന്നയിച്ചതാണ് സംഭവവികാസങ്ങൾ തുടങ്ങിയത്. രാഹുലിനെ കുരുക്കിയ ആരോപണങ്ങളുടെ നാൾ വഴിയിലൂടെ നമ്മൾ ഒന്ന് സഞ്ചരിക്കുന്നു. 2025 ഒക്ടോബർ 20 യുവനടി റിനി ആൻ ജോർജ് സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരു യുവരാഷ്ട്രീയ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുവെന്ന് പരസ്യമായി ആരോപിച്ചത്. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചുവെന്നാരോപിക്കുന്ന യുവതിയുടെ ശബ്ദരേഖ പുറത്തുവന്നു. ട്രാൻസ്ജെൻഡർ അവന്തികയും എഴുത്തുകാരി ഹണി ഭാസ്കറും ഉൾപ്പെടെ മറ്റു സ്ത്രീകളും രാഹുലിനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആരോപണങ്ങൾ ശക്തമായതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ KPCC സസ്പെൻഡ് ചെയ്തു. ലൈംഗിക ആരോപണങ്ങളിലും സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന പരാതിയിലും ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്തു. കേസന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കേസിൽ നിയമ നടപടിക്ക് താൽപര്യമില്ലെന്ന് യുവനടിയുൾപ്പെടെ ആരോപണം ഉന്നയിച്ച ചില സ്ത്രീകൾ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചതിനെ തുടർന്ന് 2025 സെപ്റ്റംബറിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടി. വിവാദങ്ങൾക്കിടെ സെപ്റ്റംബർ 16 രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിനെത്തി. നവംബറിൽ രാഹുൽ പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവമായിരുന്നു. നവംബർ 27 പരാതിക്കാരിയുടെ വാട്സപ്പ് ചാറ്റ് പുറത്തുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാരോപിച്ച് യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. കേസെടുത്തതിനെ തുടർന്ന് രാഹുൽ ഒളിവിൽ പോയി. ഡിസംബർ 4 തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ പുറത്താക്കി. ഡിസംബർ 5 രണ്ടാമത്തെ അതിജീവിതയുടെ പരാതിയിൽ കേസെടുത്തു. ഡിസംബർ 10 രണ്ടാമത്തെ പീഡനക്കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചു. ഡിസംബർ 15 ആദ്യ ബലാത്സംഗ പരാതിയിൽ രാഹുലിന്റെ അറസ്റ്റ് തടയുന്നു. 2026 ജനുവരി ആദ്യവാരത്തിൽ മൂന്നാമത്തെ അതിജീവിതയുടെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചു. വിവാഹിതയായ സ്ത്രീയാണ് പരാതിക്കാരി. ഗർഭഛിദ്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും ബലാത്സംഗം ചെയ്തുവെന്നുമാണ് പരാതി. സാമ്പത്തിക ചൂഷണവും പരാതിയിലുണ്ട്. ജനുവരി 11 പുലർച്ചെ രാഹുൽ മൂന്നാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.